നമസ്കാരം. ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെ വരാനിരിക്കുന്ന ദിവസങ്ങളിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഡെയിലി അപ്ഡേറ്റ്സിലൂടെ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. എല്ലാ പ്രേക്ഷകരും ഈ അപ്ഡേറ്റുകൾ പൂർണ്ണമായി ശ്രദ്ധിക്കുക. വീഡിയോ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് കൂടി ഈ ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് കൊടുക്കുക. വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായിട്ട് ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഏറ്റവും ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, കേരളത്തിൽ ജനിച്ചതാണെന്ന് തെളിയിക്കാനുള്ള ഔദ്യോഗിക രേഖയായി മാറുന്ന നേറ്റിവിറ്റി കാർഡിന് നിയമപ്രാബല്യം നൽകാനുള്ള ബിൽ നിയമസഭ പാസാക്കി. നേറ്റിവിറ്റി കാർഡിനായി തെറ്റായ വിവരങ്ങൾ നൽകുന്നവർക്ക് 3 മാസം വരെ തടവും 5000 രൂപ വരെ പിഴയും അല്ലെങ്കിൽ രണ്ടും കൂടി ശിക്ഷയായി ലഭിക്കും. സംസ്ഥാന സർക്കാർ നൽകുന്ന വിവിധ സേവനങ്ങൾക്കും സാമൂഹ്യ ആവശ്യങ്ങൾക്കും നേറ്റിവിറ്റി കാർഡ് ഉപയോഗിക്കാനാകും. നേറ്റിവിറ്റി കാർഡ് നൽകുന്നതിനുള്ള അധികാരിയായി തഹസിൽദാറെയാണ് ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. ബന്ധപ്പെട്ട അധികാരിയുടെ മുമ്പാകെ നിർദ്ദിഷ്ട ഫോറത്തിൽ ആവശ്യമായ രേഖകളും നിശ്ചിത ഫീസും സഹിതം അപേക്ഷ സമർപ്പിക്കണം. നിയമസഭ പാസാക്കിയെങ്കിലും ഗവർണർ ഒപ്പുവെച്ചാലേ ബിൽ നിയമമാവുകയുള്ളൂ. വിവിധ ഭാഗങ്ങളിലുള്ള ആളുകളിൽ ആശങ്കയുണ്ടെന്ന വിമർശനങ്ങൾക്ക് മുഖ്യമന്ത്രി മറുപടി നൽകി. കേരളത്തിന്റെ മക്കൾക്ക് ആശങ്ക വേണ്ടെന്നും ആരെയും പുറന്തള്ളില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. വോട്ടർ പട്ടിക പരിശോധനയുമായി ബന്ധപ്പെട്ട മറുപടിയാണ് നേറ്റിവിറ്റി കാർഡ് കൊണ്ടുവന്നതെന്നും ധനമന്ത്രി KN ബാലഗോപാൽ പറഞ്ഞു. അടുത്ത വാർത്താ അപ്ഡേറ്റ്, സംസ്ഥാനത്തെ PSC പരീക്ഷകൾക്ക് അപേക്ഷിക്കാനുള്ള പ്രായപരിധി 4 വർഷം കൂടി കൂട്ടി നൽകിയിരിക്കുന്നു. ജനറൽ വിഭാഗത്തിന് ഇനി 40 വയസ്സ് വരെ അപേക്ഷിക്കാം. മറ്റു ഭാഗങ്ങൾക്കും ആനുപാതികമായി പ്രായപരിധി വർദ്ധിപ്പിച്ചു. LD ക്ലർക്ക് പോലുള്ള തസ്തികകളിൽ PSC പരീക്ഷകൾക്ക് അപേക്ഷിക്കാനുള്ള പ്രായപരിധിയാണ് വർദ്ധിപ്പിച്ചത്. നിലവിൽ ജനറൽ വിഭാഗത്തിന് 36 വയസ്സായിരുന്നു, ഇനി 40 വയസ്സാകും. ഈഴവ മുസ്ലിം ഉൾപ്പെടുന്ന OBC വിഭാഗത്തിന് നിലവിൽ 39 വയസ്സായിരുന്നു, ഇനി 40 വയസ്സാകും. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് 40 വയസ്സുവരെ അപേക്ഷിക്കാം. നിലവിൽ ഇത് 41 ആയിരുന്നു. PSC ഏജ് ഓവർ കൂട്ടായ്മ ഈ ആവശ്യം ഉന്നയിച്ചിരുന്നു. വിരമിക്കൽ പ്രായം 60 വയസ്സാക്കിയതിനും തൊഴിൽ രഹിതത്വം സാമ്പത്തിക സാഹചര്യങ്ങളും ചൂണ്ടിക്കാട്ടിയാണ് പ്രായപരിധി വർദ്ധിപ്പിച്ചത്. അടുത്ത വാർത്താ അപ്ഡേറ്റ്, മിടുക്കരായ വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്ന പ്രതിഭാ സ്കോളർഷിപ്പിന് അപേക്ഷിക്കാനുള്ള സമയം ആരംഭിച്ചു. +2 പരീക്ഷയിൽ സയൻസ് വിഷയത്തിൽ മികച്ച മാർക്ക് നേടിയ ഉന്നത പഠനത്തിന് പ്രവേശനം നേടിയ ഏകദേശം 1000 വിദ്യാർത്ഥികൾക്കാണ് മുഖ്യമന്ത്രിയുടെ പ്രതിഭാ പുരസ്കാരം ലഭിക്കുന്നത്. കോഴ്സ് കാലയളവിൽ ഏകദേശം 1.5 ലക്ഷം രൂപയുടെ ധനസഹായം ലഭിക്കും. ഫെബ്രുവരി മാസത്തിനുള്ളിൽ അപേക്ഷ സമർപ്പിക്കണം. ഇതിനായി കേരള സ്റ്റേറ്റ് കൌൺസിൽ ഫോർ സയൻസ് ടെക്നോളജി ആൻഡ് എൻവയോൺമെന്റ് എന്ന ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിച്ച് നിർദ്ദേശങ്ങൾ പാലിച്ച് ഓൺലൈനായി അപേക്ഷിക്കാം. +2 മാർക്കിന്റെ അടിസ്ഥാനത്തിലായിരിക്കും തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. കൂടുതൽ വിവരങ്ങൾക്ക് വെബ്സൈറ്റ് സന്ദർശിക്കുകയോ അക്ഷയ കേന്ദ്രങ്ങൾ വഴി സഹായം തേടുകയോ ചെയ്യാം. അടുത്ത വാർത്താ അപ്ഡേറ്റ്, ഫെബ്രുവരി മാസത്തിലെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ വിതരണം ഇന്നു മുതൽ ആരംഭിക്കുന്നു. ഫെബ്രുവരി 25 മുതൽ ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തുക ട്രാൻസ്ഫർ ചെയ്യും. ഏകദേശം 63 ലക്ഷം ഗുണഭോക്താക്കൾക്ക് ബാങ്ക് വഴിയും നേരിട്ടും ധനസഹായം ലഭിക്കും. കേന്ദ്ര വിഹിതം ലഭിക്കുന്ന ഏകദേശം 8 ലക്ഷം ഗുണഭോക്താക്കൾക്ക് ആദ്യം സംസ്ഥാന വിഹിതവും തുടർന്ന് കേന്ദ്ര വിഹിതവും ലഭിക്കും. നിലവിൽ 2000 രൂപ വീതമാണ് പെൻഷൻ ലഭിക്കുന്നത്. വിധവാ പെൻഷൻ, അവിവാഹിത പെൻഷൻ എന്നിവ ഉൾപ്പെടുന്ന ഗുണഭോക്താക്കൾ നോൺ റീമാരേജ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം. 60 വയസ്സിന് മുകളിലുള്ളവരും ഇതിനകം സർട്ടിഫിക്കറ്റ് സമർപ്പിച്ചവരും വീണ്ടും നൽകേണ്ടതില്ല. രേഖകൾ ഇതുവരെ സമർപ്പിക്കാത്തവർ 2026 മാർച്ച് 30-നകം സമർപ്പിക്കണം. ഇല്ലെങ്കിൽ ഏപ്രിൽ മുതൽ പെൻഷൻ തടസ്സപ്പെടാൻ സാധ്യതയുണ്ട്. അടുത്ത വാർത്താ അപ്ഡേറ്റ്, സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതിയുടെ 2ാം ഘട്ട വിതരണം മാർച്ച് മുതൽ ആരംഭിക്കും. 17 ലക്ഷത്തോളം അപേക്ഷകരാണ് ഉള്ളത്. ആദ്യഘട്ടത്തിൽ 10 ലക്ഷത്തിലധികം ആളുകൾക്ക് തുക വിതരണം ചെയ്തു. സാങ്കേതിക പ്രശ്നങ്ങളാൽ വൈകിയവർക്ക് മാർച്ച് തുക ലഭിക്കും. ഫെബ്രുവരിയിൽ 1000 രൂപ ലഭിച്ചവർക്ക് 2ാം ഘട്ടത്തിലും അതേ തുക ലഭിക്കും. ഓൺലൈൻ സർവീസ് സെന്ററുകൾ വഴി അപേക്ഷിക്കുന്നത് ഉചിതമാണ്. അപേക്ഷയുടെ സ്റ്റാറ്റസ് പരിശോധിക്കണം. സബ്മിറ്റഡ് എന്നാണ് കാണിക്കുന്നെങ്കിൽ പ്രശ്നമില്ല. റിട്ടേൺ ടു സിറ്റിസൺ എന്നാണ് കാണിക്കുന്നതെങ്കിൽ പിശകുകൾ തിരുത്തി വീണ്ടും സമർപ്പിക്കേണ്ടതായിട്ട് വരുന്നു. ഏറ്റവും അവസാനത്തെ വാർത്താ അപ്ഡേറ്റ്, സംസ്ഥാനത്തെ സ്വർണ്ണവിലയിൽ ചാഞ്ചാട്ടം തുടരുന്നു. ഫെബ്രുവരി 24-ന് ഗ്രാമിന് 140 രൂപയും പവന് 120 രൂപയും വർദ്ധിച്ചു. ഗ്രാമിന് 4830 രൂപയും പവന് 38,640 രൂപയുമായാണ് വ്യാപാരം നടന്നത്. ഡെയിലി അപ്ഡേറ്റ് ഇവിടെ സമാപിക്കുന്നു. ഈ അപ്ഡേറ്റ് എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക. ഇതുപോലെയുള്ള വാർത്തകൾ അപ്ഡേറ്റുകൾ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ ലൈക്കും ഷെയറും നൽകി സപ്പോർട്ട് ചെയ്യുക. അടുത്ത ഡെയിലി അപ്ഡേറ്റുമായിട്ട് കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.